ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് ഏട്ടൻ ഓഫീസിന് എത്തിയ ഉടനെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അതെ, ചൂലില്ലാന്നേ എന്താ പറയാ, ചൂലില്ല, കോലില്ല, ഒന്നുമില്ല വീട്ടില്. അപ്പൊ ചൂല് നമ്മള് കല്യാണിലൊക്കെ പോയപ്പോ നമ്മുടെ ചൂല് അവിടെ നമുക്ക് നമ്മളുടെ മനസ്സിന് ഒരു ചൂലുണ്ടല്ലോ, ആ ചൂല് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ചൂലെടുക്കാൻ വേണ്ടി പോവാണ്. ചൂലും അതേപോലെ നമുക്ക് വാങ്ങിക്കാനുള്ളത് കോല്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്ന് വെച്ചാൽ കർക്കിടകം വരെയാണ്, വീടൊക്കെ ശുദ്ധിയായിട്ട് ഇരിക്കണം. അപ്പൊ നമ്മള് വെറുതെ തട്ടിമുട്ടിയും കളഞ്ഞ പോലെ വല്ല ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്യണത്, നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യണത് എപ്പോഴാ വീട്ടിലൊക്കെ? ഒന്ന് കർക്കിടക മാസം വരുന്നേക്കാൾ മുമ്പ്, പിന്നെ ഓണം വരുന്നേക്കാൾ മുമ്പ്, പിന്നെ ഒന്ന് വിഷു വരുന്നേക്കാൾ മുമ്പ്. അതാണല്ലോ നമ്മുടെ ഡീപ് ക്ലീൻ. വെള്ളിയാണല്ലോടെ എല്ലാം, എപ്പോഴും വെള്ളിയാണല്ലോടെ എനിക്ക്. അപ്പൊ അതാണ്. അപ്പൊ ഏട്ടൻ വന്ന വഴിക്ക് ഒരു പച്ചവെള്ളം കൊടുത്തിട്ടില്ലേ, ഞാൻ കൊണ്ടുപോവാണ്. ചേട്ടാ, എനിക്ക് ചൂല് കിട്ടിയിട്ടുള്ളൂ, എനിക്ക് വീട്ടില് പണിയെടുക്കണം, എനിക്ക് പണിയെടുക്കാൻ ഞാനങ്ങനെ ജില്ലായിട്ടിരിക്കുക. എന്ത് അടവിട്ട് പണി. അപ്പൊ അങ്ങനെ നമ്മള് ഞാനിങ്ങനെ ഈ കടയിൽ കയറാക്കാം. അപ്പളേ ഞാനങ്ങ് വീട്ടുപണി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉത്സുകതയായി എന്ന് പറയാ, അങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. വീട്ടിലെ പണികൾ എടുക്കണം. ഇനി ഞാൻ പണിത് വീടങ്ങ് തലക്കീഴ് മറക്കണം. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങള്. അപ്പോ ചൂലാവശ്യമാണ്. മീനൊക്കെ മേടിക്കണം കേട്ടോ. ചൂല്, മീന്, വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചൂലും മീനും ഒക്കെ നമുക്ക് മേടിക്കാറുണ്ട്. കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പലചരക്കതൊക്കെ മേടിച്ചിട്ടുണ്ട്, അതല്ലാതെ. അപ്പൊ അവിടെ ഞാൻ ചൂല് ചെന്ന് ഞാൻ ചോദിച്ചു, തൊമ്മാനക്കടയില് അവിടെ ചെന്നപ്പോ അവര് യൂസ് ചെയ്തിട്ടുള്ള പോലെ നിറച്ച് ചളിയൊക്കെ പിടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വേറെ ഒന്നുമില്ല, അത് അവരുടെ ചൂലായിരുന്നു. സാരില്ല, അങ്ങനെ അത് നീട്ടാൻ പറ്റുമോ? അത് അത്യാവശ്യം ഇപ്പൊ ചേട്ടനായാലും ഒന്ന് ഹൈറ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് ഇത്തിരി ഹൈറ്റ് കുറഞ്ഞാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മേടിക്കാന്ന് ചോദിച്ചു. ചേട്ടൻ നട്ടലൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെയാണ് അതൊക്കെ എടുക്കുക. അതൊക്കെയാണ് ഓരോ ദിവസം. ഇന്നും മഴയില്ല, ഇപ്പൊ മഴ പോയോ ദൈവമേ. വെള്ളപ്പൊക്കം വന്ന് അതൊക്കെ ആയിരുന്നു. ഇപ്പൊ വയനാട്ടിൽ എന്തോ മണ്ണിടിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ മഴയില്ല, ഒന്നുമില്ല. ഇനി വെള്ളം കിട്ടാണ്ട് എന്തായിരിക്കും എന്നാണ് ആലോചന. കാരണം ഇത്രയധികം വെള്ളം കിട്ടുന്നതും പിന്നെ വെള്ളം കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഇവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോകുന്നത്. കാരണം ഇവിടെ വെള്ളം വറ്റുന്ന ഒരു ഏരിയയാണ് ഞങ്ങളുടേത്. അപ്പൊ ഇത്രയും കാലം നല്ല മഴയല്ലായിരുന്നു നമുക്ക്, ദൈവാധീനം കൊണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു. ഈ വർഷം മഴ കുറയണമെന്ന് കാണുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയാണ്. രണ്ടുപേരുള്ളെങ്കിലും എന്താ പറയാ, അത്യാവശ്യം വെള്ളമൊക്കെ വേണ്ടേ. അപ്പൊ അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഉപയോഗിച്ചില്ലെങ്കിലും ആവശ്യമുള്ള ആ വെള്ളം പറ്റും എന്തായാലും ഉപയോഗിക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ പൈപ്പ് കണക്ഷൻ ഇല്ല ഞങ്ങൾക്ക്. പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ രസകരമായിരിക്കും. പൈപ്പ് കണക്ഷനൊന്നുമില്ല. ഇപ്പൊ ഓരോ ദിവസവും ഓരോ ഇടവഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകമാണ്. പിന്നെ അപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കുറെ പോക്കറ്റ് റോഡുകളാണ്. അപ്പൊ ഏത് പോക്കറ്റ് റോഡിൽ കൂടെ പോയാലും നമ്മള് ടൗണിലെത്തും. അപ്പൊ ആ കാരണം നമുക്കതൊക്കെ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കുകയാണ് ഞാൻ. നമ്മളെ പൂച്ചകൾക്ക് തലയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തല കടയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടിക്കളയാണ്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് ഇത്തിരി പ്രയാസ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഈ കടയിൽ പോയി ചോദിക്കട്ടെ കേട്ടാ. നമ്മളെ ടീ മാർട്ടിൽ ഈ ഒരു കടയിലേക്കാണ് ഇപ്പൊ വന്നിരിക്കണത്. ഇവിടെ നോക്കാം. ഇവിടെ ഉണ്ട് കോഴികള് കാട്ടുള്ളത്. സ്റ്റെപ്സ് കയറി പോവാനാണ് പറഞ്ഞത്. സ്റ്റെപ്സ് കയറി പോവാം. മുകളിലുണ്ടെന്നാണ് പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ വരുന്നത്. താഴെ വന്ന് മേടിച്ചു പോവായിരുന്നു ചെയ്യാറ്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ മുകളിലേക്ക് വരുന്നത്. ആ, വലിയ കുഴപ്പമില്ല. ഇതാ വരണോ, ഒന്ന് വരുമോ? അതെ, എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല. ഇതാണ് വലിപ്പം. പോളി കണ്ടല്ലേ. അപ്പം ഞാൻ ഇതിലേക്ക് അങ്ങ് ഉറപ്പിച്ചു കേട്ടോ. ഈ ഒരു കോല് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
എനിക്കിനി അകടിച്ചു വരണ ചൂല് വേണം. അങ്ങനെ ഒരു ചൂലും കോലൊക്കെ ആയിട്ട് പോട്ടെ. നമ്മുടെ കർക്കിടക മാസമല്ലേ വരുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ വൃത്തിയാക്കി അടിപൊളിയാക്കണം നമുക്ക് ഇവിടെയൊക്കെ. വീടൊക്കെ അടിച്ച് പൊളിക്കണം. അപ്പം അങ്ങനെ ഇനി തൊട്ട് നല്ല പണികളായിരിക്കും വീട്ടിൽ, പണികളോട് പണികൾ. നല്ല രസമല്ലേ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അടിപൊളിയാടോ, അടിപൊളിയാണ്. ചില സമയത്ത് നമുക്ക് ബോറടിക്കും കേട്ടോ. അതിപ്പോൾ ചില സമയത്ത് മാത്രം, എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം. അങ്ങനെ അത് മേടിച്ചു കേട്ടോ. 500 റുപ്പീസ് ഒരു കോല്, 2 കോല് മേടിക്കുമ്പോഴേക്കും കാശ് പോണം. ഓക്കെ, പണ്ട് ഈർക്കിളിയൊക്കെ ചുറ്റി, ഇല്ല ഈർക്കിളിയൊക്കെ ഉരിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ചൂലുണ്ടാക്കുമ്പോൾ ഒരു വിലയില്ലായിരുന്നു അല്ലേ? എന്താ വില? 500 രൂപയാണ് നമ്മുടെ ഒരു വിലയായിട്ട് വരുന്നത്. അപ്പം അതങ്ങോട്ട് മേടിച്ചു നമ്മൾ. എന്താ ഏതൊക്കെ മീനേട്ടാ? അയില, വാള, ചൂര, വിളമീൻ, കുഴുവ. അയില, വാള, ചൂര. വാളമീൻ എത്രയാ? കിലോ 300 രൂപ. കിലോ 300. അതായത് കടല് അയില 300. കടലെന്നോ? അത് നാടൻ വാള. നാടൻ വാള. ഇതെന്തിട്ട മീനാ? അത് വിളമീൻ. അതൊരു ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് ചോദിച്ചു. കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറേ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് ഇടുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ കുറേ നാളത്തെ കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറുക്കഞ്ചേരി അൽഡ്രീമിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ പോകുന്ന വീഡിയോസ് ഇട്ടുണ്ട്. അത് എന്നും അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നതല്ല. അപ്പോൾ അത് വേറെ ദിവസങ്ങളിൽ പോകുന്നതാണ് കേട്ടോ. നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ വീഡിയോസ് ഒന്നും ഇല്ലാതെയാവുമ്പോൾ നമ്മൾ ഇത് അടുപ്പിച്ചിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. മന്തി കഴിച്ചിട്ട് ഞാൻ വർഷങ്ങളായി മന്തി കഴിച്ചിട്ട്, കുറേ നാളെ, ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസത്തിന് മേലെയായി ഞാൻ മന്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ അങ്ങനെ ഹണി മന്തിയും ഹണി അൽഫാമും പിന്നെ പെരി പെരി അൽഫാമും അതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. നമ്മൾ ആ ശരിക്കും റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഇത്, അതായത് തൃപ്രയാർ കൊടുങ്ങല്ലൂർ റൂട്ട്, നമ്മുടെ മെയിൻ റൂട്ടിൽ കൂടെ പോകുന്ന വഴിയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അൽഡ്രീം എന്ന് പറഞ്ഞിട്ട്. അടിപൊളി മന്തിയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഒരുപാട് ഞാൻ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ്റെ കൈ എനിക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി ഇതൊക്കെ മാറ്റി വയ്ക്കേണ്ടതാണ്, സഹായമാണ് ചെയ്യണത്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ വരും സഹായങ്ങൾ. അപ്പോൾ അങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന എൻ്റെ പ്ലേറ്റൊക്കെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും, നമ്മൾ എന്നും മിക്കവാറും ദിവസങ്ങളിൽ ഫുഡ് കഴിച്ചിരുന്നാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പിന്നിലോട്ട് പോകാൻ പറ്റില്ല. അതിന് മാത്രമേ മനസാന്നിധ്യം വേണം, അത് തീരെ ഇല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചില ദിവസം ഭയങ്കര മൂടിയായിട്ടിരിക്കും, പിന്നെ അത്യാവശ്യം നല്ല പണികളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണം. അങ്ങനെ നമ്മുടെ സുന്ദരിക്കൊക്കെ ഫുഡൊക്കെ അതിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് ബാക്കി വന്ന ഫുഡൊക്കെ സുന്ദരിക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട്, നമുക്ക് നല്ല പരിചയമുള്ളവരാണ്. അപ്പോൾ അവർ ക്യാമറ കണ്ടപ്പോൾ അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചുക്ക് കാപ്പിയും കുടിച്ചിട്ട്. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ബൈ ബൈ.